ഗുഡ് മോർണിംഗ്. രാവിലെ 5:40 മലേഷ്യ കൊലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് നടക്കുകയാണ്. ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു, 1 മണിക്കൂർ ഡിലേ ആണ്. കാരണം കൊണ്ട് രാവിലെ 5 മണിക്ക് വരേണ്ടത് 5:50 ഇമിഗ്രേഷൻ എന്തൊക്കെയാ ഫോർമാലിറ്റി അറിയില്ല. വിസ കയ്യിലുണ്ട്, റിട്ടേൺ ടിക്കറ്റ് വെച്ചാൽ അത് ഉണ്ട്, പാസ്പോർട്ടും ഉണ്ട്. പോയി നോക്കാം. പിന്നെ പൈസ മാറ്റണം, ഡോളർ ഉണ്ട്, അത് എക്സ്ചേഞ്ച് ചെയ്യണം. ശ്രീലങ്കയിൽ നമ്മൾ $100 മാറ്റി, പിന്നെ നമ്മൾ 2 പ്രാവശ്യമായിട്ട് ATM വിഡ്രോവൽ ചെയ്യേണ്ടി വന്നു തികയാനിട്ട്. പക്ഷേ ചെറിയൊരു എമൗണ്ട് ആവശ്യം വന്നതുള്ളൂ. ഇനി ഇവിടെ മലേഷ്യ റിങ്കറ്റാണ്. ഇന്ത്യൻ കറൻസി നോക്കുകയാണെങ്കിൽ 22 രൂപയായിട്ടാണ് റിങ്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര റിങ്കറ്റ് വേണ്ടി വരും എന്നറിയില്ല. 3 ദിവസം നമ്മൾ താമസം, ഭക്ഷണം, ടൂറ് 2 ടൂർ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് ഓൾറെഡി ചെയ്തതാണ്. അല്ലാത്ത ഇതിനുള്ള എമൗണ്ട് എത്ര വരും എന്നുള്ളതാണ് അറിയാനുള്ളത്. ഓക്കെ, എന്തായാലും ഇമിഗ്രേഷനിൽ പോയേക്കാം. അപ്പോൾ അങ്ങനെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇമിഗ്രേഷനിൽ നമ്മൾ വിസ പരിശോധിച്ചു, റിട്ടേൺ ടിക്കറ്റ് ചോദിച്ചു, എത്ര ദിവസം ഇവിടെ ഉണ്ടാവും എന്ന് ചോദിച്ചു. അത് കൊടുത്തു. എങ്ങോട്ടാണ് പോണത് ചോദിച്ചപ്പോൾ അമ്മനോടത്ത് ഞാൻ ബാലിയിലേക്കാണ് പറഞ്ഞു. അപ്പോൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് സീൽ ചെയ്ത് തന്നു. ഇനി സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പുറത്ത് കിടക്കണം. പുറത്ത് കിടത്തതിന് ശേഷം കറൻസി ഉള്ളിൽ ഭയങ്കര കുറവാണ് റേറ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു 100 റിങ്കറ്റ് മലേഷ്യ ഞാൻ ATM എടുത്തു. കാരണം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സിൽ പോകാൻ സാധിക്കില്ല. ഇവിടുന്ന് ടാക്സിക്ക് പറയുന്നത് 70 മലേഷ്യ റിങ്കറ്റാണ്. 70 എന്ന് പറയുമ്പോൾ നാട്ടിലെ 1500 1700 രൂപേൻ്റെ അടുത്ത് വരും. ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട് കൊലാലംപൂർ സെൻട്രലിലേക്ക്. 15 മലേഷ്യ റിങ്കറ്റ് മാത്രമേ ആവശ്യമാവുന്നുള്ളൂ. അപ്പോൾ അത് പോവാമെന്നില്ല. രാവിലെ ആയതുകൊണ്ട് നേരത്തെ അവിടെ എത്തിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അടുത്ത ലെവലിലാണ് ബസ്. ബസ് താഴത്താണ് ബസ് സർവീസ് ഉള്ളത്. നമുക്ക് ബസ്സിൽ പോവാം. ഒക്കെ ടാക്സിക്കാർ ഇഷ്ടംപോലെ നിർത്തുന്നുണ്ട്. ബസ് സർവീസ് പോവാം. സത്യത്തിൽ ഇത് ഒരു ഷോപ്പിംഗ് മാൾ പോലെ ഉണ്ട്. ഫുള്ള് ഇത്രയും കടകൾ ഞാനൊരു എയർപോർട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയും കടകളാണ്. മൊത്തത്തിലൊരു ഷോപ്പിംഗ് മാൾ പോലെ ഉണ്ട്. പിന്നെ ബസ് സർവീസ് ഇവിടെ ഉണ്ട്. ബസ്സിൻ്റെ ടിക്കറ്റ് 25 ആണോ 15 ആണോ എന്നുള്ളത് അറിയില്ല. നമുക്ക് പോകാനുള്ള ബസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് നമ്മൾ 16 മലേഷ്യൻ റിങ്കറ്റിൻ്റെ ഒരു ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ടിക്കറ്റ് പ്രകാരം കോലാലംപൂർ സെൻട്രലിലേക്കാണ് ബസ് എത്തുക. അവിടെ നിന്ന് നമ്മൾ ടാക്സിയോ അല്ലെങ്കിൽ മെട്രോ മുഖാനം നമ്മുടെ റൂമിലേക്ക് എത്തിച്ചേരാൻ. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളുടെ ബസ് വരുന്നുണ്ട്.
അങ്ങനെ സൂര്യനുദയം കണ്ട് നമ്മൾ കൊലാലംപൂരിലെ പ്രധാനപ്പെട്ട എക്സ്പ്രസ് ഹൈവേയിലൂടെ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ഒരുപാട് നേരത്തെ യാത്രയുണ്ട്. ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്യണം കൊലാലംപൂർ സെൻട്രൽ എത്തണമെങ്കിൽ. പക്ഷേ ഏറ്റവും ചീപ്പായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ബസ് തന്നെയാണ്. ടാക്സിക്കാണെങ്കിൽ ഏകദേശം 70 മലേഷ്യൻ റിംഗറ്റാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടുന്ന് ട്രെയിൻ സർവീസും ഉണ്ട്. 6 മലേഷ്യൻ റിംഗറ്റാണ് നമുക്ക് ട്രെയിനിന് ടിക്കറ്റ് ആവുക. അപ്പോൾ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യുകയാണ് ഏറ്റവും നല്ല ചീപ്പായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മളുടെ ബസ് യാത്ര മലേഷ്യയുടെ ഹൃദയഭാഗത്തായ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ചു. ഇനി തൊട്ടടുത്താണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. ബസ്സിൽ ഇറങ്ങി നമ്മൾ അവിടുന്ന് ഒരു ഫുഡ് കഴിക്കണം. അതേപോലെ നമ്മളുടെ റൂമിലേക്ക് ബുക്ക് ചെയ്യുക. ടാക്സി മാർഗം ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നമ്മളുടെ ബാഗ് ബസ്സിൻ്റെ അടിയിലാണ് ലഗേജ് സൂക്ഷിച്ചിരുന്നത്. അവിടുന്ന് നമ്മൾ ബാഗ് എടുത്ത് ഇനി ഈ ബസ് സ്റ്റേഷനിൽ നിന്ന് പുറത്ത് കിടക്കണം. പുറത്ത് കിടന്നതിന് ശേഷം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനോ വല്ല എക്സ്ചേഞ്ചുകളും തുറന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. ഇത് കോലാലംപൂർ സെൻട്രലിൻ്റെ മുകളിൽ തന്നെയാണ് മെട്രോ റെയിലും ഉള്ളത്. മെട്രോ റെയിലിൻ്റെ അടിഭാഗമാണ് ഈ ബസ് സ്റ്റാൻഡായിട്ട് നിൽക്കുന്നത്. നമുക്കിനി പുറത്ത് കിടക്കാൻ ക്യാഷ് എക്സ്ചേഞ്ച് സെൻറ്റർ നോക്കണം. ഭക്ഷണം കഴിക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. എന്നിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് പോകണം. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് ഒന്ന് എണീറ്റിട്ട് നമുക്ക് മലേഷ്യയിലെ വൈകിട്ട് കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അതാണ് ഒരു ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. നാളെ നമ്മൾ ഗെൻഡിങ്ങിലേക്കും അതേപോലെ ബട്ടു കേവ് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അത് രണ്ടും കാണാൻ പോകുന്നുണ്ട്. പിന്നെ മറ്റന്നാൾ ഒരു മലേഷ്യ കോലാലംപൂർ സിറ്റി ടൂറാണ്. ചിലപ്പോൾ ഇന്ന് ഈവനിങ്ങിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹോപ്പ് ആൻഡ് ഓഫിൻ്റെ ബസ് എടുത്തിട്ട് അത് നമ്മൾ പോകും. അങ്ങനെ ഒരു പ്ലാനും കൂടി ഉണ്ട്. നോക്കാം ഏതാണ് കറക്റ്റ്, ഇതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. കെ എൽ സെൻട്രലിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇന്ത്യക്കാർ നടക്കുന്ന റെസ്റ്റോറൻറ്റ് തോന്നുന്നു. ചായ ഒരു കപ്പ് ചായ ദോശ അറിയില്ല ചെയ്തിട്ടുണ്ട്. സാമ്പാറല്ല ഗ്രേവിയാണ്. ഒരുപാടുണ്ട്. ഒരു 10 രൂപ. അപ്പോൾ ഒരു ചായയും ഒരു ദോശയും കഴിച്ചപ്പോൾ 4.5 റിംഗറ്റ് 5 റിംഗറ്റാണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ക്യാഷ് വിഡ്രോൾ ചെയ്തിരുന്നു. ക്യാഷ് വിഡ്രോൾ ചെയ്തിട്ട് ബാലൻസ് 50, 20, ഇത് 10, പിന്നെ ഇത് ഒക്കെ ഓരോ റിംഗറ്റാണ്. അപ്പോൾ വലിയ ഫുഡ് നമ്മൾക്ക് എക്സ്പെൻസ് ഇല്ലാന്ന് തോന്നുന്നുണ്ട്.
അറിയില്ല. ഇവിടുന്ന് ഈ ഒരു ചെറിയൊരു ഷോപ്പിനൊക്കെ അയച്ചു. ഇത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് നോക്കുക. നമുക്ക് ഹോട്ടൽ റൂമിലേക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് ഊബർ കിട്ടും. ഊബറല്ല, നമ്മുടെ ഗ്രാബ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ആ ഗ്രാബിലാണ് ബുക്ക് ചെയ്യണം. അല്ല എങ്കിൽ മെട്രോന് പോകണം. പക്ഷെ മെട്രോ അടുത്തുള്ള സ്റ്റോപ്പില്ല. അപ്പോൾ ഗ്രാബിലുള്ള ഇതിൽ തന്നെ പോകേണ്ടി വരും. എന്നിട്ട് റൂമിൽ പോയിട്ട് അവിടെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം 3 മണിക്കാണ് ചെക്ക് ഇൻ ടൈം ഉള്ളത് ഹോട്ടലിൽ. അപ്പോൾ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ലഗേജൊക്കെ അവിടെ ഒന്ന് വെച്ച് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്കൊന്ന് ഇറങ്ങാം. പിന്നെ വൈകിട്ട് പോയിട്ട് ചെക്ക് ഇൻ ചെയ്യേണ്ടി വരും. സമയം 9 മണിയായിട്ടുള്ളത്. നല്ല ടൈമുണ്ട്. ഗ്രാബ് എന്നുള്ള ആപ്പിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. 9 മലേഷ്യ റിക്കറ്റാണ്. അപ്പോൾ 9 പറയുമ്പോൾ ഏകദേശം അടുത്ത 200 രൂപ. ഓക്കെ, 3 കിലോമീറ്ററാണ് ഓടാനുള്ളത്. പിന്നെ ഇവിടെ വരും. വണ്ടി 5 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, പോയി എങ്ങനെയുണ്ടെന്ന് നോക്കാം. മലേഷ്യയിലെ നമ്പർ പ്ലേറ്റുകളൊക്കെ ബ്ലാക്ക് നമ്പർ പ്ലേറ്റുകളാണ്. ഏത് വണ്ടിയായാലും ബ്ലാക്കാണ്. അത് 3 ഇംഗ്ലീഷ് ഡിജിറ്റും 4 നമ്പർ ഡിജിറ്റും ആണ് ഉള്ളത്. എല്ലാ വണ്ടികളും ബ്ലാക്ക് ആയിട്ടുള്ളത്. നമ്മൾ ഗ്രാബിൽ കൊടുത്ത ലൊക്കേഷന് ഇവിടെയാണ് കൊടുത്തത്. തൊട്ടപ്പുറത്ത് ഇങ്ങോട്ട് കുറച്ച് നടക്കാൻ പോകും. നമ്മൾ വണ്ടി വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് വന്ന വണ്ടിയിൽ നമ്മൾ കയറി. നാട്ടിലെ ഊബറിൻ്റെ അതേ സിസ്റ്റം തന്നെയാണ് ഈ ഗ്രാബ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലും ഉള്ളത്. പക്ഷേ ഗ്രാബ് എന്ന് പറയുന്നത് നമുക്ക് സൗത്ത് ഏഷ്യയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലെ എല്ലാ രാജ്യങ്ങളിലും ഈ ഗ്രാബ് ആണ് ഉപയോഗിക്കുന്നത് ഊബറിനെക്കാട്ടും. അതുകൊണ്ട് തന്നെ ഫെയറും കാര്യങ്ങളൊക്കെ കമ്മിയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഒരു ചൈനീസ് ഡ്രൈവറാണ് നമുക്ക് കിട്ടിയത്. അത് കാരണം കൊണ്ട് ഇംഗ്ലീഷൊന്നും അറിയില്ല. ആംഗ്യ ഭാഷയിലൊക്കെ സംസാരിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കണം. പിന്നെ എല്ലാം റൂമിലോട്ട് പോകണം. റൂമിൽ പോയിട്ട് വേണം അടുത്ത കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ യാത്ര തുടരാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. ലെവൽ 1 പിന്നെ ഫുഡ് ഉച്ചയ്ക്ക് ഉപയോഗിക്കണം. റൂം ചെക്ക് ഇൻ ചെയ്തിട്ടില്ല. കാരണം ചെക്ക് ഇൻ ടൈം 3 മണിക്കാണ്. ഇന്നലെ ഉറങ്ങാത്തത് കൊണ്ട് രാത്രി കുറച്ച് സമയം ഞാനൊന്ന് ഉറങ്ങിയാൽ ഉറങ്ങിയപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാൻ അറിയാം. കഴിയുമ്പോഴേക്ക് റൂം റെഡിയാവും തോന്നുന്നുണ്ട്. പിന്നെ നേരം റൂം പോയി ഒന്ന് ഫ്രഷപ്പായിട്ട് കുളിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അറിയാം. മാളുണ്ട്, ഇങ്ങനെ മീൻസ് ബനാന ലീഫ് സെറ്റ് ചെയ്യുന്നു. സദ്യ പോലത്തെ എന്തോ ആണ്. മലേഷ്യൻ സദ്യ എങ്ങനെയുണ്ടെന്ന് നോക്കാലോ. കഴിച്ചു. ഇതാണ് മലേഷ്യൻ സദ്യ. ചിക്കൻ, സലാഡ്, ക്യാബേജ്, രസം, കൊണ്ടാട്ടം, 2 പപ്പടം, സ്റ്റിക്കി റൈസാണ്. ഓക്കെയാണ്. സാമ്പാറും ഒക്കെ ഉണ്ട്. ചുവപ്പല 10 മലേഷ്യൻ റിക്കറ്റായി ഫുഡിന്. സദ്യ വെജിറ്റബിൾ മാത്രമാണ്. പിന്നെ ഞാനൊരു ഷ്രിമ്പ് മസാലയും കൂടി പറഞ്ഞിരുന്നു. അതിന് 4 റിക്കറ്റാണ്. അപ്പോൾ 15 റിക്കറ്റാണ് ടോട്ടൽ ഉച്ചയ്ക്കുള്ള ഫുഡിനായത്. പിന്നെ പുറത്ത് കിടക്കണം. അതാണ് പെട്രോണസ് ടവറിൻ്റെ ഒരറ്റം കാണാനുണ്ട്.
നമ്മളുടെ ഇതിന്റെ മുകളിൽ ഇൻഫിനിറ്റി പൂൾ ഉണ്ട്. ഇൻഫിനിറ്റി പൂൾ നിന്നാല് നല്ല അടിപൊളിയായിട്ട് വ്യൂ ഉണ്ട്. അതൊക്കെ കാണണം. കഴിഞ്ഞിട്ട് നമ്മള് ചെറിയൊരു കറക്കത്തിന് ഇറങ്ങണം. രാത്രിയാകുമ്പോഴാണ് പെട്രോസ് ടവറിലെ ലൈറ്റ് കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി വരിക. അപ്പോൾ രാത്രിയാകുമ്പോൾ നമുക്ക് അത് കാണാൻ പോവാം. ഒരു മൂടി കിട്ടിയ ക്ലൈമറ്റ് ആണെങ്കിൽ കുറച്ച് ചൂടൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ പോയിരുന്നു. തൊട്ടടുത്തുള്ളൊരു എക്സ്ചേഞ്ചിൽ പോയതാണ്. നമുക്ക് റേറ്റ് കിട്ടിയത് 4.05. നല്ലൊരു വ്യത്യാസമല്ലേ. മറ്റേത് നമ്മൾ അത്ര കിട്ടില്ലല്ലോ. എയർപോർട്ടിൽ നിന്ന് മാറ്റിയതെങ്കിൽ 3.7 3.6 ഒക്കെ പറഞ്ഞത്. അപ്പോൾ ഒരു 40 പൈസയുടെ വ്യത്യാസം. 40.40 റിക്കറ്റ്സ് പറയുമ്പോൾ ഒരു ടോട്ടൽ ഒരു 80 റിക്കറ്റ്സിന്റെ ലാഭം കിട്ടി. മറ്റേത് നമുക്കത് നഷ്ടമായിരുന്നു അവിടുന്ന് എയർപോർട്ടിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ. കാരണം മിക്കവാറും എയർപോർട്ടിൽ നല്ല റേറ്റ് ആയിരിക്കും. പുറത്തോട്ട് മാത്രമേ നമുക്ക് നല്ല റേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ കുറേ കാത്തിരുത്തതിന് ശേഷം നമുക്ക് നമ്മളെ റൂം കിട്ടി. ഇതാണ് 5 മണിക്കൂർ പോസ്റ്റായി. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ ഗ്യാപ്പിൽ നടന്നു. റൂം കിട്ടി. ചെറിയൊരു സ്റ്റുഡിയോ റൂമാണ്. നമ്മൾ കുറേ ദിവസം വാഷ് ചെയ്യാറുണ്ട്. അത് കാരണം കൊണ്ട് ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്, അതിൽ അലക്കാം. ബാത്റൂം നോർമൽ കട്ട്ലറി ഐറ്റംസും ഇതൊക്കെ തന്നെ. ബാൽക്കണിയുണ്ട്, പക്ഷേ അതിൻ്റെ വ്യൂ ഒന്നുമില്ല. കുറച്ച് നേരം കൂടി ഒന്ന് കിടന്നുറങ്ങിയിട്ട് മുകളിൽ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിലൊന്ന് കുളിക്കണം. അടിപൊളി വ്യൂ ആണ്. പെട്രോണസ് ടവറിൻ്റെ KL ടവറിൻ്റെ ഒക്കെ കറക്റ്റ് വ്യൂ നമുക്ക് അവിടെ കിട്ടും. ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളുമാണ്. അപ്പോൾ അതൊന്ന് കുളിച്ചിട്ട് നമുക്ക് പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണാൻ, രാത്രി നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങും.